നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പലതരം ഓൺലൈൻ തട്ടിപ്പുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും അത് തുടരുന്നു എന്ന് പറയുന്നതിലാണ് ഏറ്റവും വലിയ ആശങ്ക. നിലവിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള വീഡിയോകളും ഇൻഫോർമേഷനുകളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ വന്നു കഴിഞ്ഞു. അതായത് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ പെടാതിരിക്കുക, അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ചതിക്കുഴികളിൽ വീഴാതിരിക്കുക എന്നുള്ളത്. പക്ഷേ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള ഒരു ഭീകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ലക്ഷങ്ങൾ കൊടുത്തു വാങ്ങിയ ഒരു മൊബൈൽ ഫോൺ എന്ന തരത്തിൽ തൻ്റെ കൈവശം കിട്ടിയത് മറ്റൊരു വസ്തു, അതായത് ഐഫോൺ ഓർഡർ ചെയ്ത ഉപഭോക്താവിന് ലഭിച്ചത് താടി വളരാനുള്ള എണ്ണ എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ആദ്യം കേൾക്കുമ്പോൾ ഒരു തമാശയായിട്ട് തോന്നുമെങ്കിലും ആ ഒരു ഉപഭോക്താവിനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കണം, നഷ്ടം മനസ്സിലാക്കണം. അത് തൻ്റെ പണം പോയോ ഇല്ലയോ എന്ന് പോലും അറിയാതെ ആ ഒരു നിമിഷമുണ്ടായ മാനസിക സമ്മർദ്ദം മനസ്സിലാക്കണം. വളരെ വലിയ തട്ടിപ്പാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ ഒരു ഉദാഹരണം കൂടെയായിട്ടാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. ഓൺലൈനിൽ ഓർഡർ ചെയ്ത ഐഫോണിന് പകരം ഉപഭോക്താവിന് നിലവിൽ കിട്ടിയത് താടി വളരാനുള്ള എണ്ണ എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. സംഭവത്തിൽ പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്ന് പിഴ ഈടാക്കാനുള്ള ഉത്തരവുമായിട്ട് ഉപഭോക്തൃ കോടതി രംഗത്തെത്തിയിട്ടുണ്ട്. ഫോണിന്റെ വിലയ്ക്ക് പുറമെ പലിശയും നഷ്ടപരിഹാരവും കേസിനുള്ള ചെലവും ഉൾപ്പെടെ വലിയ തുകയാണ് ഉപഭോക്താവിന് തിരിച്ചു നൽകാൻ നിലവിൽ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. 1,11,793 രൂപയാണ് ഇത്തരത്തിൽ ഉപഭോക്താവ് തൻ്റെ ഫോൺ ഓർഡർ ചെയ്യുന്ന സമയത്ത് നൽകിയിരുന്നത്. ഇത് പലിശയും ചേർത്ത് തിരികെ നൽകണം എന്നുള്ളതാണ് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കൂടാതെ നഷ്ടപരിഹാരവും കേസിനുള്ള ചെലവുമായി 70,000 രൂപ കൂടി നൽകാൻ ഫ്ലിപ്കാർട്ടിനോട് മുംബൈ അഡീഷണൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുകയാണ്. ഫ്ലിപ്കാർട്ടും സെല്ലറായിട്ടുള്ള ഇന്റർനാഷണൽ വാല്യൂ റീറ്റെയിൽ പ്രൈവറ്റ് ലിമിറ്റഡും സംയുക്തമായി 45 ദിവസത്തിനകം തുക നൽകണമെന്നാണ് കോടതി വിധി നൽകിയിരിക്കുന്നത്. മുംബൈ സ്വദേശിയായ ഉപഭോക്താവാണ് 2023 ഏപ്രിൽ 22-ന് ഫ്ലിപ്കാർട്ട് വഴി നോ ക്ലോസ് EMI വ്യവസ്ഥയിൽ 1,11,793 രൂപ നൽകി ഐഫോൺ 40 Pro ഓർഡർ ചെയ്തത്. പക്ഷേ പ്രത്യേകം ഓർഡർ ചെയ്ത ഈ ഐഫോണിന്റെ ചാർജറും ഫോൺ കവറും കൃത്യമായി ലഭിച്ചുവെങ്കിലും മറ്റൊരു പാക്കറ്റിൽ ഉണ്ടായിരുന്ന ഫോണിന് പകരം എണ്ണക്കുപ്പിയായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിച്ചത്. ആവശ്യമായ രേഖകളും തെളിവുകളും സഹിതം ഉപഭോക്താവ് കസ്റ്റമർ കെയറുമായി ബന്ധപ്പെട്ടുവെങ്കിലും ഫലമുണ്ടാകാതെ വന്നതോടെ പരാതി നൽകി. പരാതി നിലനിൽക്കെ തന്നെ പരിഹരിച്ചതായി മാർക്ക് ചെയ്ത് ഫ്ലിപ്കാർട്ട് ഈ വിഷയം ക്ലോസ് ചെയ്യുകയായിരുന്നു. ഇതേ തുടർന്നാണ് കോടതിയെ ഉപഭോക്താവ് സമീപിക്കുന്നത്. ഉപഭോക്താവിന്റെ പരാതികൾ പരിഹരിക്കുന്നതിനുള്ള ചുമതല ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകൾക്ക് ഉണ്ട് എന്നും തങ്ങളുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് പിന്മാറാനാകില്ല എന്നും കോടതി വിധിക്കുകയായിരുന്നു. പരിഹാരമൊന്നും കാണാതെ ഉപഭോക്താവിന്റെ പരാതിയിൽ റദ്ദ് ചെയ്ത നടപടി നിയമവിരുദ്ധമാണ് എന്നും പിന്നീട് കോടതി ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ വിഷയത്തിൽ ആപ്പിൾ കമ്പനിക്ക് നേരിട്ട് പങ്കാളിത്തമില്ല എന്നാണ് നിലവിലിപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത്. എന്തായാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ അത് കിട്ടുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും ഒരു ഉറപ്പുള്ള കാര്യമല്ല എന്നുള്ളതാണ് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ വ്യക്തമാകുന്നത്.